കൺവീനർ ശ്രീ അടൂർ പ്രകാശ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അടൂർ പ്രകാശ്, രാഹുലിന്റെ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്ന ഒരു ചർച്ച? രാജി തന്നെ വേണം എന്ന ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ഇല്ല, അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ചർച്ചയ്ക്ക് പാർട്ടി അതിന് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പാർട്ടിയാണ് ചർച്ചയ്ക്ക് വേണ്ടി ആളുകളെ വിളിക്കേണ്ടിയിരിക്കുന്നത്. അത് വലിയ കാലതാമസം ഇല്ലാതെ പാർട്ടി ചർച്ച ചെയ്യും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഞാൻ KPCC പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ആ ഒരു നിലപാടിൽ നിൽക്കുന്ന ഒരാളാണ്. അല്ല, ഇതിൽ ചെന്നിത്തല ഉൾപ്പെടെ ഒരു കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നു എന്നാണ് ഏറ്റവും അവസാനമൊക്കെ ലഭിക്കുന്നത്. രാജി തന്നെ വേണമെന്ന നിലപാടിലേക്ക് മുതിർന്ന നേതാക്കൾ ഇപ്പോൾ സതീശനായാലും അത്തരം കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല. ഞാനുമായിട്ട് അങ്ങനെ ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. യെസ്, ഇതിലിപ്പോൾ ഹൈക്കമാൻഡിന്റെ ഒരു നിർദ്ദേശത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനം വരിക. എന്തായാലും ഇതിന്റെ അന്തിമ തീരുമാനം ഹൈക്കമാൻഡുമായി ബന്ധപ്പെടും. അത് പക്ഷേ അത് ഇവിടെ നിന്നുള്ള ഒരു അഭിപ്രായം അങ്ങോട്ട് അറിയിക്കുന്നതനുസരിച്ച് മാത്രമേ ഹൈക്കമാൻഡിന്റെ ഇടപെടലുണ്ടാകൂ. ശരി, UDF കൺവീനർ എന്ന നിലയിൽ താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? ഒരു രാജി തന്നെയാണ് അഭികാമ്യം എന്നാണോ? ഇല്ല, അതേക്കുറിച്ച് ഇപ്പോ അങ്ങനെ അഭിപ്രായം പറയാൻ കഴിയില്ല. അയാള് മാന്യത പുലർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ അയാൾ തയ്യാറായി. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പാർട്ടി കൂട്ടായി ചർച്ച ചെയ്യാതെ അതിനൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല. കൂട്ടായി ചർച്ചയ്ക്കുള്ള വഴി ഒരുക്കുമ്പോൾ അന്നേരം അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. യെസ്, ആയിരിക്കാം. പക്ഷേ ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന ശബ്ദ സന്ദേശങ്ങളൊക്കെ നമുക്ക് കേട്ടു നിൽക്കാൻ പോലും കഴിയില്ല. ഒരു യുവതിയോട്, ഒരു പെൺകുട്ടിയോട് പെരുമാറുന്ന രീതി, ഭീഷണി, മുന്നറിയിപ്പൊക്കെ നൽകുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അത് ഏതായാലും പാർട്ടി ഒരു ചർച്ച ഈ കാര്യത്തെ കുറിച്ച് നടത്തും. ചർച്ച നടത്തുന്നതനുസരിച്ച് അതിൽ അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. ആ അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ അഭിപ്രായങ്ങൾ നിങ്ങളെ അറിയിക്കാൻ തയ്യാറാണ്. യെസ്, ഇതിൽ ഘടകകക്ഷികളുടെ ഒരു നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ? ഘടകകക്ഷികളുമായി അങ്ങനെ ഒരു ആശയവിനിമയം ഇതുവരെ നടത്തിയിട്ടില്ലെന്നല്ലേ താങ്കൾ പറഞ്ഞതല്ലേ? അതെ, നടത്തിയിട്ടില്ല. യെസ്, അപ്പോൾ ഇനി അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കടക്കുമെന്നാണോ? UDF കൺവീനർ എന്നുള്ള നിലയിലുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഘടകകക്ഷികളുമായി ഒരു ചർച്ച അങ്ങനെ നടത്തിയിട്ടില്ല. ശരി, അങ്ങനെയെങ്കിൽ പോലും ഘടകകക്ഷി നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശം നൽകുകയോ ഒരു അഭിപ്രായം അറിയിക്കുകയോ ചെയ്തിട്ടുണ്ടോ താങ്കളോട്? ഇല്ല, ഇതുവരെ ഉണ്ടായില്ല. ശരി, നന്ദി ശ്രീ അടൂർ പ്രകാശ്. എന്തായാലും